പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിപാവനമായ റജബ് 27 സുന്ദരമായ നോമ്പ് പിടിച്ചിട്ട് നോമ്പുകാരായിട്ടാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. പക്ഷെ ചില ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ടാകും. അപ്പോൾ അവർക്ക് വളരെ സങ്കടമാണ്, പലപ്പോഴും അവർക്ക് വിഷമമാണ്. അപ്പോൾ അവരുടെ വിഷമം മാറ്റാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. നോമ്പ് ഇല്ലാത്തവരും ഉള്ളവരും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഒരുപാട് നേട്ടമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം ഒരുപാട് മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു 12ഓളം നേട്ടങ്ങൾ ഇന്നത്തെ നോമ്പിന് ഇൻഷാ അല്ലാഹു തആല നമുക്ക് തരുന്ന 12ഓളം നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പല കിതാബിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിശദമായി ഒന്ന് കേട്ടാലോ. ഒരു മനുഷ്യൻ 3 പ്രാവശ്യം, ഒരു ദിവസം 3 പ്രാവശ്യം 2 ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ്. നമുക്കൊക്കെ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട്, നരകമോചനം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ പറ്റിയ ഒരു കുഞ്ഞൻ 2 ദുആ ഇന്നത്തെ പകൽ നമ്മൾ എന്തായാലും അധികരിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ പകൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ പകൽ ഒരു 5ഓളം കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണണം. ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമായും കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണണം, മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും ഉള്ളത് പവിത്രതകൾ ഏറെ നിറഞ്ഞ റജബ് മാസത്തിൻ്റെ 27ാമത്തെ ദിവസത്തിലാണ്. അതായത് ഇന്ന് ചൊവ്വാഴ്ച റജബ് 27. നമ്മളെല്ലാവരും നോമ്പുകാരാണ് അല്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഇന്നലെ തിങ്കളാഴ്ച നോമ്പുള്ള ആളുകളുണ്ടായിരുന്നു, ഇന്ന് ചൊവ്വാഴ്ച നോമ്പ് പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് മെഹറാജിൻ്റെ ദിനം കൂടിയാണല്ലോ. പക്ഷേ ചില ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ അശുദ്ധിയായിട്ടോ അല്ലെങ്കിൽ യാത്ര പോകുന്നു, ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആളുകളും ഉണ്ടാകും. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, ഇന്നലെ മഗ്രിബോട് കൂടി നമ്മൾ അൽഹംദുലില്ലാഹ് മിഅ്റാജ് രാവിലേക്ക് പ്രവേശിച്ചിരുന്നു. അപ്പോൾ ഇന്നലത്തെ മഗ്രിബോട് കൂടി നമ്മൾ പങ്കെടുത്ത ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളാണ് അതിൽ പങ്കെടുത്തത്. ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തു. ഒരുപാട് ദുആ വസിയത്തുകൾ, ആ കമൻ്റൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ആയിരക്കണക്കിനധികം ദുആ വസിയത്തുകൾ. ഒരുപാട് ആളുകൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആരൊക്കെ എന്തെല്ലാം ദുആ വസിയത്ത് നമ്മളോട് പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ഈ കണ്ണേർ സിഹർ ബാധിച്ച് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ ഗൾഫിൽ ജോലി ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അങ്ങനെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ, ഒരുപാട് പ്രശ്നത്തിൽ സങ്കടത്തിലായി പോയവർ, അല്ലാഹു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സമാധാനവും ഇരുലോകത്തും കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് റജബ് 27 അല്ലേ? അപ്പോൾ ഇന്നത്തെ പകലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ദുആ. ഏതാണത്? അല്ലാഹുമ്മ പറഞ്ഞോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഇന്നലെ ചെയ്ത അമൽ ഒരുപാടുണ്ട്. ഇന്ന് ഞങ്ങൾ പകൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ നോമ്പ് എല്ലാം നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പകൽ
ഇതുപോലെ ഒരു പകലായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മക്കയിലെ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി ഇന്നലെ ആകാശങ്ങളൊക്കെ കടന്ന് അള്ളാനെ കാണാൻ പോയിട്ട് വന്നൂന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സ്വഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഒരു കൂട്ടം ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, എൻ്റെ നബി എങ്ങനെ പറഞ്ഞോ? അള്ളാനെ കാണാൻ ഇന്നലെ രാത്രി നബിതങ്ങൾ പോയെന്ന് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു. എങ്കിൽ സ്വദ്ദഖ്തു, ഞാൻ നബിയെ കൊണ്ട് വിശ്വസിച്ചു, നബി പറഞ്ഞത് സത്യമാണ്. ആ ഒരു വാക്യം പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയതെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സിദ്ദീഖീങ്ങളോടൊപ്പം, അതായത് മഹാന്മാരായ സ്വഹാബിമാരോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ പോണോ എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരുകയാണ്. അതിനു മുമ്പ് പറയട്ടെ, ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഈ മിഅ്റാജ് രാവ്, മിഅ്റാജ് നോമ്പ് അതൊക്കെ പണ്ട് മുതലേ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടോ? മിഅ്റാജ് രാവിൻ്റെ അങ്ങനെ ശ്രേഷ്ഠതയൊക്കെ ഉണ്ടോ? ഈ ബറാഅത്ത് രാവ്, ശഅബാൻ 15 ബറാഅത്ത് രാവ്, അതുപോലെ മുഹറം 10 നോമ്പ്, അതുപോലെ ലൈലത്തുൽ ഖദ്ർ, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഈ മിഅ്റാജ് രാവ്, മിഅ്റാജ് നോമ്പ് അതൊക്കെ ഉള്ളതാണോ? പണ്ട് മുതലേ ആൾക്കാർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ സംശയം ചോദിച്ചു. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മളത് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പലരും ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം പ്രാധാന്യമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പ്രാധാന്യമൊക്കെ എല്ലാത്തിനുമുണ്ട്, എല്ലാ നോമ്പിനും പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ, നമ്മൾ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പ്രാധാന്യം നമുക്ക് തോന്നുന്നു. അൽഹംദുലില്ലാ, ആ പ്രാധാന്യത്തിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പകൽ നമ്മൾ അധികരിപ്പിക്കേണ്ടത് ദിക്റുകൾ പറയുക കൂടുതലായി. നമ്മളെല്ലാവരും നോമ്പുകാരാണല്ലോ, അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നാവിനെ സൂക്ഷിക്കണം. നമ്മുടെ ഈ നോമ്പും ഇന്നലെ പറഞ്ഞ ദിക്റും സ്വലാത്തൊക്കെ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം, അല്ലേ? നാവ് കൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക. എന്തൊക്കെയാ പറയേണ്ടത്? ഒന്നാമതായി നമ്മൾ പറയേണ്ട ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഈ ഒരു ദുആ നമ്മൾ പരമാവധി അധികരിപ്പിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ പകൽ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദുആ നമ്മൾ അധികരിപ്പിക്കുക. പിന്നെ മൂന്നാമതായി സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. ആ ഒരു ദുആ, ആ ഒരു ദിക്ർ, ആ ഒരു തസ്ബീഹ് നമ്മൾ അധികരിപ്പിക്കണം. പിന്നെയോ നാലാമതായി നമ്മൾ പറയേണ്ടത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലത്തെ രാത്രിയാണ് ഏഴാകാശവും കടന്ന് അള്ളാനെ കാണാൻ വേണ്ടി പോയത്. ആ രാത്രിയിലാണ് നബി തങ്ങൾ നരകത്തെ കണ്ടത്, അള്ളാന്റെ ഹബീബ് സ്വർഗത്തെ കണ്ടത്. ആ സ്വർഗത്തെ കണ്ടപ്പോ, നരകത്തെ കണ്ടപ്പോ നബി തങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു പോയി, ഒരുപാട് നബി തങ്ങൾ ആശിച്ചു പോയി, അല്ലാഹുവേ ഈ സ്വർഗം, നീ സ്വർഗത്തിലേക്ക് എൻ്റെ ഉമ്മത്തീങ്ങളെ നീ കടത്തണേ എന്ന് നബി തങ്ങൾ ആശിച്ചു പോയതാണ്. നരകത്തെ കണ്ടപ്പോ എൻ്റെ ഉമ്മത്തീങ്ങളെ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് നബി തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കടക്കണം, സ്വർഗത്തിൽ നമുക്ക് കടക്കണം. ഇന്നത്തെ പകൽ തന്നെ നമ്മൾ പറയണം എന്ത്? സ്വർഗത്തെ നമ്മൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുആ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. നബി പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ദിവസം 3 വട്ടം ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവേ സ്വർഗത്തെ ചോദിച്ചാൽ, ഒരാൾ സ്വർഗത്തെ ചോദിച്ചു, ഒരു ദിവസം 3 വട്ടം ആത്മാർത്ഥമായി സ്വർഗത്തെ ചോദിക്കുന്നു, പടച്ചോനെ എനിക്ക് സ്വർഗം തരണേ അല്ലാ, എനിക്ക് സ്വർഗം തരണേ അല്ലാ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് ഒരാൾ ആത്മാർത്ഥമായി 3 പ്രാവശ്യം ഒരാൾ ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവിനോട് പറയുമെന്നാണ്. ആര് പറയും? സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇന്നാലിൻ്റെ മനുഷ്യൻ അവൻ എന്നെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് കടത്തണേ അല്ലാ എന്ന് സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ നീ എനിക്കൊരു ഇടം തരണേ അല്ലാ, സ്വർഗത്തിൽ കടത്തിത്തരണേ റഹ്മാനെ എന്നർത്ഥം വരുന്ന ഈ ദുആ ഇന്നത്തെ പകൽ എത്രയാണോ നമുക്ക് പറയാൻ പറ്റുന്നത് അത്രമാത്രം നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ഇനിയോ
നരകത്തെ നബി തങ്ങൾ കണ്ടു. ആ നരകത്തെ തൊട്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു. നമുക്ക് വേണ്ടിയും നബി തങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ട്. നബി പറയുകയാണ്, ഒരാൾ ഒരു ദിവസം 3 വട്ടം ആത്മാർത്ഥതയോടുകൂടി നരകത്തെ തൊട്ടുള്ള മോചനം ചോദിച്ചാൽ, നരകത്തിൽ നിന്നും റബ്ബേ എന്നെ നീ കാക്കണേ എന്ന് 3 വട്ടം ഒരാൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി നരകം അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇന്നാലിന്ന മനുഷ്യൻ അവൻ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ തൊട്ട് അയാൾക്ക് കാവൽ കൊടുക്കണേ, എന്നിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കരുതല്ല എന്ന് നരകം നമുക്ക് വേണ്ടി വക്കാലത്ത് പറയുമെന്നാണ്. നരകം നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അള്ളാഹിനോട് പറയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പകൽ നമ്മൾ അധികരിപ്പിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് നരകമോചനം ചോദിക്കുന്ന ദുആ. എങ്ങനെയാണത് ചോദിക്കുന്നത്? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. അല്ലാഹുവേ, കത്തിക്കാളുന്ന നരകം, ആ നരകം കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥ പോലും വരുത്താതെ നരകത്തിൽ നിന്നുള്ള മോചനം തന്ന് ഞങ്ങൾക്ക് നീ സ്വർഗപ്രവേശനം തരണേ അല്ലാഹ്. നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായി ദ്വാരക്കേണ്ട ഒരു സമയം കൂടിയാണിത്. പിന്നെ നമ്മളൊക്കെ നോമ്പുകാരാണ്, അൽഹംദുലില്ലാ. നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ പരമാവധി നമ്മൾ സൂക്ഷിക്കുക. ഈ ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹ് ഒരുപാട് പ്രതിഫലം പറയുന്നുണ്ട്, ഒരുപാട് പ്രതിഫലം. ഇപ്പോൾ നിങ്ങൾ ഈ സമയം, ഇപ്പോൾ ളുഹറിന് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ളുഹറിന് മുമ്പ്, ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഉച്ചയ്ക്ക് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നലെ രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ട്, ഇന്നത്തെ നോമ്പ് പിടിച്ചിട്ടുണ്ട് പക്ഷെ നിയ്യത്ത് വെച്ചിട്ടില്ല, മറന്നുപോയി കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിയ്യത്ത് വെക്കാം. എന്ത് നിയ്യത്ത്? ഒന്നാമത്തേത്, റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. റജബ് രണ്ടാമത്തെ ഒരു നിയ്യത്ത് ഇങ്ങനെയായിട്ട് വെക്കാം, റജബ് 27 ഒരു നോമ്പ്, സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ നോമ്പിന് ഒരു 12 പ്രതിഫലമാണ് മഹത്തുക്കൾ പറയും. ഇന്നത്തെ നോമ്പിന് 12 പ്രതിഫലം പല ഉലമാക്കളും പല കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത് എന്താണ്? 70 വർഷം നരകത്തിൽ നിന്ന് അകന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ അടുക്കുന്നു, അതൊരു പ്രതിഫലമാണ്. പിന്നെയോ മറ്റൊരു പ്രതിഫലം 60 മാസത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം, അതായത് 5 കൊല്ലത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. മറ്റൊരു പ്രതിഫലം പറയുന്നത് 1000 വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടുമെന്നാണ്. പിന്നെയോ പാപങ്ങൾ പൊറുക്കപ്പെടും, നന്മകൾ രേഖപ്പെടുത്തും, ദറജകൾ അല്ലാഹു തആല നമുക്ക് ഉയർത്തിത്തരും, നരകമോചനം തരും, സ്വർഗപ്രവേശനം തരും, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ഇല്ലാതാകും, ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവൽ കിട്ടും. സ്വർഗത്തിൽ റജബ് എന്നൊരു നദിയുണ്ട്, ആ നദിയിൽ നിന്നുള്ള ആവോളം വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരും. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കിയ പ്രതിഫലം കിട്ടും. പിന്നെയോ നമ്മുടെ ദുആ സ്വീകരിക്കും. ഇങ്ങനെ ഏകദേശം 12ഓളം പ്രതിഫലങ്ങളാണ് ഇന്നത്തെ നോമ്പിന് മാത്രം നമുക്ക് അള്ളാഹു തആല നൽകുന്നതെന്ന് ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ, പല കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ പകൽ ഖുർആൻ പാരായണം, പിന്നെ തസ്ബീഹ്, ദുആകൾ, സ്വതക്ക ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വതക്ക കൊടുക്കുക. പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കുക. നോമ്പ് തുറ ആരെങ്കിലും കൂടി നമ്മുടെ കുടുംബത്തിൽ നോമ്പുള്ളവരെ അവർക്ക് ഒരു നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആകളൊന്നും മറന്നു പോകരുത്. ആ സമയത്തുള്ള സുന്നത്തുകൾ ഒരുപാടുണ്ട്, ഇന്നലെ നമ്മൾ വിശദീകരിച്ചതാണ്. അതായത് ഇന്നത്തെ മഗ്‌രിബോട്, ഇപ്പോൾ മഗ്‌രിബ് ഒരു 6:25 അല്ലെങ്കിൽ 6:30 അല്ലെങ്കിൽ 6:20 ബാങ്ക് എങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു 6:05 അല്ലെങ്കിൽ 6 മണി കഴിയുമ്പോൾ തന്നെ പരമാവധി ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ആ പുണ്യമായ ആ ഒരു ദുആ, ആ ഒരു ദിക്ർ, അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ദുആരൊക്കെ പടച്ചോനെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് സങ്കടങ്ങളുണ്ട് അല്ലാ, അതൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ, ഒരുപാട് കടങ്ങളുണ്ട് റബ്ബേ, അതൊക്കെ നീ സലാമത്താക്കി തരണേ അല്ലാ. അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആരക്കുക. പിന്നെയോ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ ഒരു സുന്നത്തുകളുണ്ടല്ലേ, കാരക്ക കൊണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക. ഇനി ഈത്തപ്പഴം കാരക്ക അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുക. ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. പിന്നെയോ 2 പ്രധാനപ്പെട്ട ഒരു ദുആകളുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അതൊരു ദുആയാണ്. പിന്നെ മറ്റൊന്ന് ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അതും ഒരു ദുആയാണ്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയുക.
ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇജാബത്ത്, അതിൻ്റെ ദുആയൊന്നും മറന്നു പോവാതിരിക്കുക. പിന്നെയോ നമസ്കാരങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പകലിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ജമാഅത്തോടു കൂടി തന്നെ നമസ്കാരമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഷണി, പരദൂഷണം അതൊക്കെ ഒഴിവാക്കുക. പരമാവധി ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അത് അധികരിപ്പിക്കുക. പിന്നെ നാവിനെ സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കുടുംബത്തിൽ വിശാലത ചെയ്യുക. ഇന്ന് കഞ്ഞിയും ചമ്മന്തിയൊന്നും അല്ല നോമ്പ് തുറക്കാൻ. നല്ല ബിരിയാണി അല്ലെങ്കിൽ നല്ല പത്തിരി ഇറച്ചി അല്ലെങ്കിൽ എന്താണ് നമ്മൾ കുടുംബത്തോട് മക്കളോട് ചോദിക്കുക എന്ത് വേണം, അപ്പോൾ അവർ പറയുന്നത് പറ്റുന്നത് പോലെ നമുക്ക് വാങ്ങിക്കൊടുക്കുക. കുടുംബത്തിലൊരു വിശാലത ചെയ്യുക. പിന്നെയോ എന്താണ് പരമാവധി നമ്മൾ ദുആകൾ അധികരിപ്പിക്കുക, നരകമോചനം ചോദിക്കുക, സ്വർഗപ്രവേശനം ചോദിക്കുക. ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ ബന്ധം നിലനിർത്തുക. ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പോയി പിണക്കം തീർക്കുക. ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം കുറവൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൊരുത്തം ചോദിക്കുക. അതൊക്കെ ചെയ്യേണ്ട വളരെ പ്രാധാന്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ഒരു റജബ് 27 പകൽ. ഇനിയിപ്പോൾ റജബ് മാസം അവസാനിക്കാൻ ഒരുങ്ങുന്നു. പവിത്രമായ ഷാബാൻ മാസമൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ ഈ റജബ് മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നത്തെ പകൽ നമ്മൾ നരകമോചനം ചോദിക്കണേ, സ്വർഗപ്രവേശനം ചോദിക്കണേ. അതെങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പുണ്യമായ ദിനങ്ങളിൽ നമ്മൾ പരസ്പരം ദ്വാരക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം, നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി, ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുക. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.